നല്ലൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ യൂറോപ്പ് ടൂർ പോയ 20 പേർ ചേർന്ന് ഞങ്ങൾ വേറൊരു ടൂർ സംഘടിപ്പിച്ചു. നെല്ലിയാമ്പതിയിലേക്കാണ് ഞങ്ങളുടെ യാത്ര. മിനീസ് അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാൽ നമുക്ക് നെല്ലിയാമ്പതി യാത്രയും അവിടുത്തെ വിശേഷങ്ങളും എല്ലാം ഒന്ന് കാണാം. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ആണ് യാത്ര ആരംഭിച്ചത്. കോഴിക്കോട് നിന്നാണ് ഞാൻ യാത്രയ്ക്ക് പോയത്. പിന്നെ എറണാകുളത്തുള്ളവരുണ്ട്, അങ്കമാലിയുള്ളവരുണ്ട്, അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ എല്ലാവരും കൂടി ചേർന്ന് തൃശ്ശൂരിൽ നിന്ന് യാത്ര ആരംഭിച്ചു. പാട്ടും കൂത്തും എല്ലാം ആയിട്ട് നല്ല എൻജോയ് ചെയ്തുകൊണ്ടുള്ളൊരു യാത്രയായിരുന്നു. കാട്ടിൽക്കൂടെയുള്ള യാത്ര അതിമനോഹരമായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ അവിടെ ഒരു ഡാമുണ്ട്, ആ ഡാമും കൂടി ഒന്ന് കാണാൻ പോയതിനിടയ്ക്ക്. പോകുന്ന വഴിയിലായിരുന്നു പോത്തുണ്ടി ഡാം. അവിടെ ഒന്ന് കയറി അതും കൂടി കണ്ടു. ഞങ്ങൾ പിന്നെ കുറച്ചവിടെ വിശ്രമിച്ച ശേഷമാണ് വീണ്ടും യാത്ര ആരംഭിച്ചത്. നല്ല ഭംഗിയുള്ള ഒരു ഡാമാണ് കേട്ടോ അത്. നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിൽ കയറി നമുക്ക് ഡാം കാണാം. ഭയങ്കര വെയിലായത് കാരണം ഞങ്ങൾ അന്നത്തെ ദിവസം സ്റ്റെപ്പ് കയറി പോയില്ല. ഇപ്പുറത്തെ ഉള്ള ഭാഗത്തുനിന്ന് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഡാം. അവിടെ ആണ് നമ്മൾ ഡാം കണ്ടത്. യൂറോപ്പ് ടൂർ പോയത് 13 ദിവസം ഒന്നിച്ചായിരുന്നു. അത് കാരണം എല്ലാവരും നല്ല ഫ്രണ്ട്ഷിപ്പായി. ഞങ്ങൾ ഇതിനിടയ്ക്ക് ഒരു മീറ്റപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ടൂറും കൂടി സംഘടിപ്പിച്ചു. നെല്ലിയാമ്പതി പോകുന്ന വഴിക്ക് നിറയെ കുരങ്ങന്മാരുണ്ട്. അമ്മയും കുഞ്ഞും ഒക്കെ ആയിട്ടുള്ള കുറേ കുരങ്ങന്മാരങ്ങനെ ഇരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ യാത്രക്കിടയിൽ കുറച്ച് വേറെ ടൂർ സംഘങ്ങളുണ്ടായിരുന്നു. അവരും എല്ലാവരും അന്ന് കണ്ടു. ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങൾ വഴിയിലുള്ള കാഴ്ചകൾ കാണുന്നതിനിടയ്ക്ക് ഒരാളെ പരിചയപ്പെട്ടു. ഇപ്പോൾ യൂറോപ്പ് ടൂർ പോയാൽ ഞങ്ങൾ ഒന്നിച്ചൊരു ടൂർ സംഘടിപ്പിച്ചെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഒരു അതിശയം തോന്നി. പിന്നെ അവർ ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു തന്നു. ഒരു യൂറോപ്യൻ ട്രിപ്പ് കഴിഞ്ഞ് വന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നെല്ലിയാമ്പതിയിലെ കാറ്റേറ്റ് തണുപ്പേറ്റ് ഉല്ലസിക്കാനായി എത്തിയിരിക്കുന്ന ഇന്നത്തെ ഈ സുന്ദര നിമിഷത്തിൽ നമ്മളുടെ ഈ കേരളത്തിന്റെ പൊന്നുമക്കൾ ഒന്നിച്ചേരുന്ന ഈ നെല്ലിയാമ്പതിയുടെ വനാതിർത്തിയിലൂടെ നടക്കുന്ന ഈ സുന്ദര ദിനത്തിൽ എല്ലാവർക്കും ഒരു ആശംസ നേരുക എന്നതാണ് യൂറോപ്യൻ ട്രിപ്പിന് നടത്തി വന്ന നമ്മുടെ കേരളത്തിലെ ചുണക്കുട്ടികൾക്ക് വഴിയിലെ കാഴ്ചകളെല്ലാം കണ്ട ശേഷം ഞങ്ങൾ റിസോർട്ടിലെത്തി. ഇനി റിസോർട്ടിൽ ലോബിയിലിരുന്ന് റൂംസ് ഒക്കെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് വൈകുന്നേരം വേറൊരു ടൂറും കൂടി പോകാനുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി റൂമിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നല്ലൊരു ട്രിപ്പ് തന്നെയാണ് കേട്ടോ. ഈ റിസോർട്ടും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ റൂംസെല്ലാം ആദ്യം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ റൂംസിലെ കീ എല്ലാം കിട്ടിയ ശേഷം ഓരോരുത്തരും റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയ ശേഷം നമുക്ക് വൈകുന്നേരം വീണ്ടും കറങ്ങാൻ പോകാനുള്ളതാണ്. ഇവിടെ കുരങ്ങന്മാർ ഒരുപാടുണ്ട്. അവരുടെ കളി കാണാൻ നല്ല രസമാണ്. എല്ലാ അമ്മയും കുഞ്ഞുങ്ങളാ. പാവം എന്ത് രസാലേ അവനിക്കുന്ന കാണാൻ. പാവം മനുഷ്യന്മാരെ പോലെ തന്നെയല്ലേ അല്ലേ? എന്ത് രസാ കാണാൻ. കുരങ്ങന്മാരുടെ കളിയെല്ലാം കണ്ടു കഴിഞ്ഞ ശേഷം ഞങ്ങൾ റിസോർട്ട് കാണാൻ വേണ്ടി പോയി. നല്ല ഭംഗിയുള്ള റിസോർട്ട് കേട്ടോ. ചെറിയ ചെറിയ വീടുകളായിട്ടാണ് ഓരോരുത്തർക്കും താമസിക്കാനുള്ള റിസോർട്ടുള്ളത്. അങ്ങനെ റൂമിൽ പോയി ഫ്രഷായി കുറച്ച് വിശ്രമിച്ച ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിച്ചു. കുറച്ച് മല മുകളിലേക്കുള്ള യാത്രയാണ്, കാട്ടിലേക്കുള്ള യാത്രയാണ്. ജീപ്പിലാണ് പോകുന്നത്. ഭയങ്കര ദുർഘടകമായ യാത്രയാണ് കേട്ടത്. കാട്ടിൽ എല്ലാതരം മൃഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ആകെ കണ്ടത് മാനിനെ മാത്രമാണ്. ബാക്കിയുള്ള മൃഗങ്ങളൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെ കാട്ടിൽ കൂടെയുള്ള യാത്രയെല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങളൊരു മലമുകളിലേക്ക് എത്തിക്കഴിഞ്ഞു.
വളരെ കഷ്ടപ്പെട്ടാണ് ഡ്രൈവർ ഞങ്ങൾ ഇവിടെ വരെ എത്തിച്ചത്. ഞങ്ങൾക്ക് ഭയമായിരുന്നു താഴെ വീണു പോകുമോയെന്ന്. അത്രയ്ക്കും ദുർഘടമായ ഒരു വഴിയിൽ കൂടെ ഞങ്ങൾ എല്ലാവരും മലമുകളിലെത്തി 3 ജീപ്പുകളിലായിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ യാത്ര ചെയ്തെത്തിയത്. ഇവിടെ എത്തിയപ്പോഴും ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. കാണാനും നല്ല ഭംഗി. അങ്ങോട്ടേക്കൊക്കെ പോകാൻ എനിക്കൊക്കെ ഭയം തോന്നിയിരുന്നു. വീണു പോകുമെന്ന് തോന്നുന്നുണ്ട് അത്രയ്ക്കും. പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടി കുറച്ച് സൈഡിലേക്കൊക്കെ നിന്ന് ഞങ്ങളെല്ലാവരും ചേർന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറേ സമയം അവിടെ കഴിച്ചു കൂട്ടി. നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലം തന്നെയാണിത്. അങ്ങനെ ഞങ്ങൾ വെള്ളവും ജ്യൂസും കുറച്ച് സ്നാക്സും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇരുന്ന് എല്ലാവരും ചേർന്ന് കഴിച്ചു. അടിപൊളി ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ. എന്താ കാറ്റ്! അവിടെ എത്തിയപ്പം ക്ഷീണം എല്ലാം മാറിയതുപോലെ തോന്നി നമുക്ക്. അപ്പോൾ എല്ലാവരും കൂടി ഫോട്ടോ എടുത്തു. ജെൻസിൻ്റെ ഫോട്ടോയും വീഡിയോസും ഞങ്ങൾ ലേഡീസ് എടുത്തു. ലേഡീസിൻ്റെ ഫോട്ടോയും വീഡിയോസൊക്കെ ജെൻസും എടുത്തു വന്നു. എല്ലാവരും കൂടി നല്ല എൻജോയ്മെൻ്റുള്ള ഒരു ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ. നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലം തന്നെയാണ് നെല്ലിയാമ്പതി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ട്രിപ്പ് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫസ്റ്റ് ട്രിപ്പാണ് നെല്ലിയാമ്പതിക്ക്. നെല്ലിയാമ്പതിയിൽ ഇതുവരെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ ഇവിടുന്ന് മലമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. പിന്നെ ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്തും കൂടി ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ കൂടി നമുക്ക് കാണാം. ഇത് ഒരു തേയിലത്തോട്ടത്തിൽ കൂടിയുള്ള യാത്രയാണ് കേട്ടോ. അതും നല്ല ഭംഗിയുള്ള ഒരു യാത്ര തന്നെയായിരുന്നു. അങ്ങനെ യാത്രയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങി റിസോർട്ടിലെത്തി. അന്നത്തെ ദിവസം രാത്രി ക്യാമ്പ് ഫയറൊക്കെ ഉണ്ടായിരുന്നു. അത് അടിപൊളിയായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തു. കുറച്ച് പാട്ടും ഡാൻസും പിന്നെ ഗെയിംസും എല്ലാമായി ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അധികം പേരും 50s മുകളിലുള്ള ആൾക്കാരാണ് ഇവിടെ ഒന്നിച്ച് കൂടിയത് കേട്ടോ. ഡാൻസും പാട്ടും എല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ നല്ലൊരു ഫുഡ് കഴിച്ചു. എല്ലാവരും അങ്ങനെ പിരിഞ്ഞു. മിനീസ് അടുക്കള സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതിൻ്റെ ബാക്കി വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.